ഹായ് മകളെ, ഇന്ന് നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററിൻ്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്, ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശരിക്കും ശ്രദ്ധിച്ചു കണ്ടോളൂ. കെമിക്കൽ ബോണ്ടിങ്ങിൽ ആദ്യം നിർബന്ധമായും പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ശരിക്കും ശ്രദ്ധിച്ച് കാണാം. ഗിവ് ടു എക്സാമ്പിൾസ് ഓഫ് കോമ്പൗണ്ട്സ് ഹാവിങ് എക്സ്പാൻഡഡ് ഒക്റ്ററ്റ്. എടാ, ഒക്റ്ററ്റ് റൂളിൻ്റെ ലിമിറ്റേഷൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്സ്പാൻഡഡ് ഒക്റ്ററ്റ് കാണിക്കുന്ന മോളിക്യൂൾസിന് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ SF6ഉം PCl5ഉം ഒരിക്കലും മറക്കരുത്. SF6 ആൻഡ് PCl5. ആരാണ് എക്സ്പാൻഡഡ് ഒക്റ്ററ്റ് എന്ന് നമുക്കറിയാം. 8 എണ്ണത്തിനേക്കാൾ കൂടുതൽ ഇലക്ട്രോണുകൾ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും വരികയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്പാൻഡഡ് ഒക്റ്ററ്റ്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് എനി 2 ലിമിറ്റേഷൻസ് ഓഫ് ഒക്റ്ററ്റ് റൂൾ. ഒക്റ്ററ്റ് റൂളിലെ ഏതെങ്കിലും 2 ലിമിറ്റേഷൻ പറയാൻ 4 ഞാൻ പറഞ്ഞുതരാം. ഒന്ന് നമുക്കറിയാം, ഇൻകംപ്ലീറ്റ് ഒക്റ്ററ്റ്. ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതിയെടുത്തോളണം. ഒന്നെന്താ ഇൻകംപ്ലീറ്റ് ഒക്റ്ററ്റ്, അഥവാ 8 എണ്ണത്തിനേക്കാൾ താഴെയാണ് ഇലക്ട്രോണുകളുടെ എണ്ണം വരുന്നതെങ്കിൽ ഇൻകംപ്ലീറ്റ് ഒക്റ്ററ്റ് എന്നാണ് പേര്. അതിന് എക്സാമ്പിൾ BF3 ഉണ്ട്, AlCl3 ഉണ്ട്. രണ്ടാമത്തെ എക്സാമ്പിൾ ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു, എക്സ്പാൻഡഡ് ഒക്റ്ററ്റ്. അതിന്റെ എക്സാമ്പിളും പറഞ്ഞു. മൂന്നാമത്തതാണ് ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ്. ആരടാ? ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ് NO ആൻഡ് NO2. എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക, NO ആൻഡ് NO2. നാലാമത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതാനുള്ളതാണ്. ഒക്റ്ററ്റ് റൂൾ പ്രകാരം വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണല്ലോ ആവേണ്ടത്. എന്നാൽ ചില ആറ്റംസ്, ചില എലമെന്റ്സ്, നോബിൾ ഗ്യാസസ്, നോബിൾ ഗ്യാസിന് ഓൾറെഡി 8 ഇലക്ട്രോണുകൾ ഉണ്ട്. അപ്പോൾ ഒക്റ്ററ്റ് റൂൾ പ്രകാരം അവരെന്ത് ചെയ്യാൻ പാടില്ല? കെമിക്കൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ പാടില്ല. കാര്യം കെമിക്കൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത് തന്നെ 8 ഇലക്ട്രോണുകൾ ആവാനാണ് എന്നാണല്ലോ ഒക്റ്ററ്റ് റൂൾ. അപ്പോൾ അത് പ്രകാരം നോബിൾ ഗ്യാസ് കെമിക്കൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല. എന്നാൽ സം നോബിൾ ഗ്യാസ് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ ബോണ്ടിങ് ഈവൻ ദേ ഹാവ് 8 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദെയർ വാലൻസ് ഷെൽ. വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിലും ചില നോബിൾ ഗ്യാസ് എന്ത് ചെയ്യുന്നുണ്ട്? കെമിക്കൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എന്നത് കെമിക്കൽ ഒക്റ്ററ്റ് റൂളിന്റെ മറ്റൊരു ലിമിറ്റേഷൻ ആണ്. ഡ്രോ ദി ലൂയിസ് ഡോട്ട് സിംബൽസ് ഓഫ് Cl2 NF3. നോക്കിയാടാ, Cl2 2 ക്ലോറിൻ വരയ്ക്കുക. ക്ലോറിന്റെ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം 7 ആണ്. അപ്പൊ ഈ 2 ക്ലോറിനും ചുറ്റും ഞാൻ 7 ഇലക്ട്രോണുകൾ കുത്തിട്ട് കാണിച്ചിട്ടുണ്ട്. ക്ലോറിന്റെ വാലൻസ് ഇലക്ട്രോൺ 7 ആണല്ലോ, അത് ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആവാൻ 8 ആവേണ്ടതുണ്ട്. അപ്പൊ ഈ ക്ലോറിൻ എന്ത് ചെയ്യും? തൊട്ടടുത്തുള്ള ക്ലോറിനിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും. എന്ന പോലെ ഈ ക്ലോറിനും ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും. അപ്പൊ 2 ക്ലോറിനുകൾക്കും ഓരോ ഇലക്ട്രോണുകളെ വീതം ഷെയർ ചെയ്യുമ്പോൾ അവരുടെ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആയി മാറും. ഇങ്ങനെ വരയ്ക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ലൂയിസ് ഡോട്ട് സിംബൽ. Then what will be the Lewis dot symbol of NF3? കേട്ടോളേ, NF3 ഒരു നൈട്രജൻ ഉണ്ട്, 3 ഫ്ലൂറിനും ഉണ്ട്. കുഞ്ഞെ പറ, ഫ്ലൂറിന്റെ വാലൻസ് ഇലക്ട്രോൺ 7 അല്ലേ? അപ്പൊ ഞാൻ ഒന്ന് ഇവിടെ ഇട്ടു, 2 3 4 5 6 7. ഈ ഫ്ലൂറിനും ഉണ്ടടാ 7. 1 2 3 4 5 6 7. ഈ ഫ്ലൂറിനും ഉണ്ട് 7. 1 2 3 4 5 6 7. നൈട്രജന്റെ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം 5 ആണ്. അപ്പൊ ഞാൻ 5 എണ്ണം എഴുതുകയാണേ. 1 ഇവിടെ, 2 3 4 5. ശരിയല്ലേടാ? നൈട്രജന്റെ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം 5 ആണ്. ഫ്ലൂറിന് 7 ആണ്. 8 ആവാൻ ഈ ഫ്ലൂറിൻ നൈട്രജന്റെ ഒന്നിനെ ഷെയർ ചെയ്യും, ഈ ഫ്ലൂറിനും നൈട്രജന്റെ ഒന്നിനെ അങ്ങോട്ട് ഷെയർ ചെയ്യും, ഈ ഫ്ലൂറിനും നൈട്രജന്റെ ഒന്നിനെ അങ്ങോട്ട് ഷെയർ ചെയ്യും. നൈട്രജൻ എന്ത് ചെയ്യും? ഓൾറെഡി 5 ആണുള്ളത്, അത് 8 ആവാൻ ഓരോ ഫ്ലൂറിന്റെ കയ്യിൽ നിന്നും ഓരോ ഇലക്ട്രോണുകൾ വീതം അയാളും ഷെയർ ചെയ്യും. അപ്പൊ ഇങ്ങനെ ചിത്രം വരച്ചാൽ അത് NF3യുടെ ലൂയിസ് ഡോട്ട് സിംബൽ ആണ്. ശരിക്കും പഠിച്ചോളണം. റെപ്രസെന്റ് ദി ലൂയിസ് സ്ട്രക്ചർ ഓഫ് ഓസോൺ മോളിക്യൂൾ ആൻഡ് അസൈൻ ദി ഫോർമൽ ചാർജ് ഓൺ ഈച്ച് ആറ്റം. ഓസോണിന്റെ ഫോർമൽ ചാർജ് കാണാൻ എപ്പോഴും കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണടാ ഓസോൺ വരയ്ക്കുക? 3 ഓക്സിജൻ വരയ്ക്കുക, 2 ഓക്സിജനിടയിൽ ഡബിൾ ബോണ്ടും 1 ഓക്സിജനിടയിൽ സിംഗിൾ ബോണ്ടും. ബാക്കിയുള്ള ഇലക്ട്രോണുകളെ ഞാനിതാ ഡോട്ടായിട്ട് ലോൺ പെയർ ഇലക്ട്രോൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. അഥവാ ഓക്സിജനുമായി ബന്ധപ്പെട്ട് ഇപ്പൊ 2 വരയുണ്ട്. 2 വര എന്ന് പറഞ്ഞാൽ 4 ഇലക്ട്രോണാ. ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആവാൻ ബാക്കി 4 എണ്ണം ഉണ്ടാകും. ആ 4 എണ്ണം ഇങ്ങനെ വരച്ചു. ഈ ഓക്സിജനുമായി ബന്ധപ്പെട്ട് 3 ബോണ്ടുണ്ട്, അഥവാ 6 ഇലക്ട്രോൺ, ബാക്കി 2 എണ്ണം. ഈ ഓക്സിജനുമായി ബന്ധപ്പെട്ട് 2 ഇലക്ട്രോണുകൾ ഓൾറെഡി ഉണ്ട്, അഥവാ 1 വരയുണ്ട്. ഇനി ബാക്കി 8 ആവാൻ ബാക്കി 6 എണ്ണം വരച്ചു. ഇനി പറ, ഇതിന് ഞാൻ ഓക്സിജൻ നമ്പർ 1, ഇത് ഓക്സിജൻ നമ്പർ 2, ഇത് ഓക്സിജൻ നമ്പർ 3 എന്ന് ഞാൻ ഇങ്ങനെ നമ്പർ കൊടുത്താൽ ഒന്നാമത്തെ ഓക്സിജന്റെ ഫോർമൽ ചാർജ് എങ്ങനെ കാണാം? ഫോർമൽ ചാർജ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നടാ? ഫോർമൽ ചാർജ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഫോർമൽ ചാർജ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്. ആരടാ? നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ഫ്രീ ആറ്റം മൈനസ് നമ്പർ ഓഫ് ലോൺ പെയർ ഇലക്ട്രോൺസ്. ലോൺ പെയർ ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത ഇലക്ട്രോൺസ് മൈനസ് നമ്പർ ഓഫ് ബോണ്ട് പെയർ ഇലക്ട്രോൺസ് ബൈ 2. ഇതാണ് ഇക്വേഷൻ. അപ്പൊ നോക്കിക്കേ, ഒന്നാമത്തെ ആള് ആരാ? ഓക്സിജൻ ആണ്.
ഓക്സിജൻ ആയതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 6 ആണ്. മൈനസ് ലോൺ പെയർ ഇലക്ട്രോൺസ്, ഇവിടെ എത്രയാണ് ലോൺ പെയർ ഇലക്ട്രോൺസ്? 4 ആണ്, ശരിയല്ലേ? 4 ഇലക്ട്രോണുകൾ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്തതുണ്ട്. മൈനസ് ബോണ്ട് പെയർ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ബോണ്ടിങ്ങിൽ പങ്കെടുത്ത ഇലക്ട്രോണുകളും 4 ആണ്. 2 വരാന്ന് പറഞ്ഞാൽ 4 ഇലക്ട്രോൺ ആണല്ലോ, അപ്പോൾ 4/2 ആൻഡ് ദി ഫൈനൽ ആൻസർ ഇസ് 0. രണ്ടാമത്തെ ഓക്സിജനെ നോക്കി, ഇവനാണ് രണ്ടാമത്തെ ഓക്സിജൻ. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്, ഫോർമൽ ചാർജ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് 6 ആണ്, മൈനസ് നമ്പർ ഓഫ് ലോൺ പെയർ ഇലക്ട്രോൺസ്, ഇവിടെ 2 എണ്ണല്ലടാ ലോൺ പെയർ ഇലക്ട്രോൺ ഉള്ളത്, മൈനസ് ബോണ്ട് പെയർ ഇലക്ട്രോൺ 1 2 3 ബോണ്ട് ഉണ്ട്, 3 ബോണ്ട് എന്ന് പറഞ്ഞാൽ 6 ഇലക്ട്രോൺ ആണ് /2 ആൻഡ് ദി ഫൈനൽ ആൻസർ ഈസ് +1. 6ൽ നിന്ന് 2 പോയാൽ 4, 4ൽ നിന്ന് 3 പോയാൽ +1, ശരിയല്ലേടാ? ആൻഡ് ദി തേർഡ് വൺ ഫോർമൽ ചാർജ് ഈസ് ഈക്വൽ ടു, ഇവനാണ് മൂന്നാമത്തെ ഓക്സിജൻ. പറഞ്ഞേടാ, ഫോർമൽ ചാർജ് ഈസ് ഈക്വൽ ടു വാലൻസ് ഇലക്ട്രോൺ, ഓക്സിജൻ തന്നെയാണല്ലോ ഇവിടെയും, ഓക്സിജൻ ആകുമ്പോൾ വാലൻസ് ഇലക്ട്രോൺസ് 6 ആണ്, മൈനസ് ലോൺ പെയർ ഇലക്ട്രോൺസും 6 ആണ്, മൈനസ് ബോണ്ട് പെയർ എന്ന് പറഞ്ഞാൽ ഈ വര, അതിൽ എത്ര ഇലക്ട്രോണാ? 2/2 ആൻഡ് ദി ആൻസർ ഈസ് -1. അപ്പോൾ 3 ഓക്സിജന്റെയും ഫോർമൽ ചാർജ് കാണാൻ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ശരിക്കും പഠിച്ചോളണം. NaCl, BeCl2, Al-Cl3, which one is more covalent? This question is from Fajans rule, and according to Fajans rule, covalent character is directly proportional to charge. ചാർജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് ഓർത്തു വെക്കുക. NaCl എന്ന് പറഞ്ഞാൽ സോഡിയത്തിന് +1 ആണ്, BeCl2 ബെറിലിയത്തിന് +2 ആണ്, Al-Cl3 അലുമിനിയത്തിന് +3 ആണ്. എങ്ങനെ മനസ്സിലായി? ക്ലോറിൻ്റെ എണ്ണം നോക്കിയാൽ മതി, അതിനെ ന്യൂട്രലൈസ് ചെയ്യാനാണല്ലോ കാറ്റയോൺ. അതുകൊണ്ട് തന്നെ ചാർജ് ഏറ്റവും കൂടുതലുള്ള Al-Cl3 ആണ് ഇവിടെ മോർ കോവാലന്റ്. വിച്ച് വൺ ഈസ് മോർ കോവാലന്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം ഫജാൻസ് റൂൾ. അക്കോർഡിംഗ് ടു ഫജാൻസ് റൂൾ, കോവാലന്റ് ക്യാരക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ്. ഓർത്തു വെച്ചോളൂ. വാട്ട് ഈസ് മീൻ ബൈ ഡൈപോൾ മൊമെന്റ്? എന്താണ് ഡൈപോൾ മൊമെന്റ്? ഡൈപോൾ മൊമെന്റിനെ മ്യൂ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്നാണ് ഡൈപോൾ മൊമെന്റ് കാണാനുള്ള ഇക്വേഷൻ. ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. അപ്പൊ കുഞ്ഞെ, നിങ്ങളോട് ഇക്വേഷൻ ആണ് ചോദിച്ചത് എങ്കിലും, നിങ്ങളോട് ഡെഫിനിഷൻ ആണ് ചോദിച്ചത് എങ്കിലും, നിങ്ങൾ പറയാനുള്ള സംഗതി ഇതാണ്: മ്യൂ ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. ഇക്വേഷൻ ചോദിച്ചാൽ ഡയറക്റ്റ് ഇങ്ങനെ എഴുതുക. ഡെഫിനിഷൻ ചോദിച്ചാൽ ഡൈപോൾ മൊമെന്റ് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് നീട്ടി വലിച്ചങ്ങോട്ട് പറയുക. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ എന്നാണല്ലോ. പ്രൊഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ മറക്കാതിരിക്കുക. എന്തുകൊണ്ടാണ് NH3ക്ക് ഡൈപോൾ മൊമെന്റ് കൂടുതലും NF3ക്ക് ഡൈപോൾ മൊമെന്റ് കുറവും? എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. NH3 എന്ന് പറഞ്ഞാൽ നൈട്രജനും 3 ഹൈഡ്രജനുമുള്ള ഒരു മോളിക്യൂളാണ്. ഇവിടെ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിന് ഒരു ഓർബിറ്റിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. NF3ക്കും സെയിം ഷേപ്പാണ്. NF3ക്കും സെയിം ഷേപ്പാണ്. എങ്ങനെയാണ് NF3യുടെ ഷേപ്പ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒരു നൈട്രജൻ ഉണ്ട്, 3 ഫ്ലൂറിനും ഉണ്ട്. 3 ഫ്ലൂറിൻ പഠിച്ചില്ലേ? നൈട്രജനും 3 ഫ്ലൂറിനും, ഇവിടെ ഒരു ലോൺ പെയറും അതിൽ 2 ഇലക്ട്രോണും. അപ്പൊ NH3ക്കും NF3ക്കും സെയിം ഷേപ്പാണ്. എന്നിട്ട് പോലും NH3യുടെ ഡൈപോൾ മൊമെന്റ് വലുതാണ്. എന്തുകൊണ്ട്? കാരണം NH3യെ സൂക്ഷിച്ചു നോക്കുക. NH3യിലുള്ള ഡൈപോൾ മൊമെന്റുകൾ ശ്രദ്ധിച്ചു കാണുക. NH3യിൽ ലോൺ പെയറിന്റെ ഡൈപോൾ മൊമെന്റ് എപ്പോഴും നമ്മൾ മുകളിലോട്ടാണ് കാണിക്കുക. അത് NH3 ആണെങ്കിലും NF3 ആണെങ്കിലും ഒക്കെ ലോൺ പെയറിന്റെ ഡൈപോൾ മൊമെന്റ് നമ്മൾ മുകളിലോട്ട് കാണിക്കും. പക്ഷെ ബോണ്ടുകളുടെ ഡൈപോൾ മൊമെന്റ് ആരാണ് മോർ ഇലക്ട്രോ നെഗറ്റീവ് അതിനനുസരിച്ചുണ്ടാകും. ഇവിടെ നൈട്രജനും ഹൈഡ്രജനും തമ്മിലാ ബോണ്ട്. ആരാ മോർ ഇലക്ട്രോ നെഗറ്റീവ്? നൈട്രജൻ ആണ്. അപ്പൊ ഈ ബോണ്ടിലുള്ള ഇലക്ട്രോണിനെ നൈട്രജൻ വലിക്കും, ഇതിനെ നൈട്രജൻ വലിക്കും, ഇതിനെ നൈട്രജൻ വലിക്കും. ആകെ മൊത്തം താഴെയുള്ള ഇലക്ട്രോണുകളെ നൈട്രജൻ മേലേക്ക് വലിക്കുകയല്ലേ ചെയ്യുക, മുകളിലോട്ട് വലിക്കുക. ആയതുകൊണ്ട് അതിന്റെ ഡയറക്ഷനും അപ്വേർഡ് ഡയറക്ഷനിലാണ്. മനസ്സിലായില്ലേ? എന്നാൽ NF3 ബോണ്ടാണെങ്കിൽ ഇവിടെ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത് നൈട്രജനും ഫ്ലൂറിനും ഇടയിലാണ്. ഇവിടെ ഫ്ലൂറിനാണ് മോർ ഇലക്ട്രോ നെഗറ്റീവ്. അപ്പൊ ഫ്ലൂറിനാണ് ആ ബോണ്ടുകളെ വലിച്ചെടുക്കുക. ഫ്ലൂറിൻ വലിച്ചെടുക്കുമ്പോൾ ഇവിടെ താഴേക്ക്, ഇവിടെ താഴേക്ക്, ഇവിടെ താഴേക്ക്. ആകെ മൊത്തം റിസൾട്ടന്റ് ഡൈപോൾ മൊമെന്റ് താഴേക്കാണ് നമ്മൾ ഡയറക്ഷൻ കാണിക്കുക. അപ്പൊ നോക്കിയേ, NH3യിൽ 2 ഡൈപോൾ മൊമെന്റും ഒരേ ഡയറക്ഷനിലാണ്. NF3യിൽ ഒരു ഡൈപോൾ മൊമെന്റ് മുകളിലും മറ്റേ ഡൈപോൾ മൊമെന്റ് താഴേക്കുമാണ്. അപ്പൊ ഇൻ NH3 ദി ഡൈപോൾ മൊമെന്റ് ഓഫ് ലോൺ പെയർ ആൻഡ് ഡൈപോൾ മൊമെന്റ് ഓഫ് ബോണ്ട് പെയർ ആർ ഇൻ സെയിം ഡയറക്ഷൻ. ബട്ട് ഇൻ NF3 ദി ഡൈപോൾ മൊമെന്റ് ഓഫ് ലോൺ പെയർ ആൻഡ് ദി ഡൈപോൾ മൊമെന്റ് ഓഫ് ബോണ്ട് പെയർ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവുമ്പോൾ ടോട്ടൽ റിസൾട്ടന്റ് മാഗ്നിറ്റ്യൂഡ് കുറയും. ഒരേ ഡയറക്ഷനിലാണെങ്കിൽ റിസൾട്ടന്റ് മാഗ്നിറ്റ്യൂഡ് കൂടും. ദാറ്റ് ഈസ് വൈ ദി ഡൈപോൾ മൊമെന്റ് വാല്യൂ ഓഫ് NH3 ഈസ് വെരി മച്ച് ഹയർ ദാൻ ദാറ്റ് ഓഫ് NF3 എന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത നോക്കിയാൽ ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ്. സിമ്പിൾ ആണ്, എപ്പോഴും നിങ്ങൾ കാണുന്ന ക്വസ്റ്റ്യനുമാണ്. BF3 ആണ്, 120 ആംഗിൾ ആണ്. 120 ഡിഗ്രി വന്നാൽ എന്താണ് ആ ഷേപ്പിനെ നമ്മൾ പറയുന്ന പേര്? ട്രയഗണൽ പ്ലനാർ. ആരടാ?
ട്രയഗണൽ പ്ലനാർ എന്നാണ് ഷേപ്പ്. ശരിയല്ലേ? ലീനിയർ ആണെങ്കിൽ ആംഗിൾ എത്രയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനമല്ലേ. എ എന്ന് പറയുന്ന ആൾ ബി എന്ന് പറയുന്ന രണ്ട് ആറ്റവുമായിട്ട് ലീനിയർ ആയിട്ട് ബോണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കില്ലേ? 180 ഡിഗ്രിയാണ്. പഠിച്ചു വെക്കുക. അടുത്തത് റൈറ്റ് ദി ഇമ്പോർട്ടൻറ്റ് പോസ്റ്റുലേറ്റ്സ് ഓഫ് VSEPR തിയറി. നിൽക്കുന്ന നൃത്തത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ബോണ്ട് പെയർ എന്നും ലോൺ പെയർ എന്നുമുള്ള രണ്ട് ടൈപ്പ് ഇലക്ട്രോൺ പെയറുകളുണ്ട്. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്, ഈച്ച് ഇലക്ട്രോൺ പെയർസ് റിപ്പൽ ഈച്ച് അതർ. എല്ലാ ഇലക്ട്രോൺ പെയറുകളും അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പൾഷൻ നടത്തുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വികർഷിക്കുന്നു. മൂന്നാമത്തെ പോസ്റ്റുലേറ്റ്, സ്ട്രെങ്ത് ഓഫ് റിപ്പൾഷൻ എങ്ങനെയാണെന്ന്. സ്ട്രെങ്ത് ഓഫ് റിപ്പൾഷൻ ഇങ്ങനെയാണ്: ഒരു ലോൺ പെയറിന് മറ്റൊരു ലോൺ പെയറിനോടുള്ള റിപ്പൾഷൻ ആണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഒരു ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൾഷൻ. നെക്സ്റ്റ് ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൾഷൻ. ഓർത്തു വെക്കുക, ലോൺ പെയർ റിപ്പൾഷൻ ഇസ് ഗ്രേറ്റർ ദാൻ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ റിപ്പൾഷൻ. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പൽ ചെയ്തിട്ട് ആകമൊത്തം ഒരു റിസൾട്ടൻ റിപ്പൾഷൻ ഉണ്ടാവില്ലേ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പൽ ചെയ്തു. ഇപ്പോൾ ഈ രണ്ട് ബോണ്ട് പെയറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പൽ ചെയ്താൽ ഇവർ തമ്മിൽ ഇങ്ങനെ അകന്നു പോകുമല്ലോ. അങ്ങനെ അകന്നു പോകുമ്പോഴാണ് ഏറ്റവും ഫൈനൽ അയാളുടെ റിപ്പൾഷൻ്റെ റിസൾട്ടൻ്റ് ആണ് ആ മോളിക്യൂളിൻ്റെ ജോമെട്രി അഥവാ സ്ട്രക്ചറിനെ തീരുമാനിക്കുന്നത്. ദി ജോമെട്രി ഓർ ദി സ്ട്രക്ചർ ഓഫ് ദി മോളിക്യൂൾ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി റിസൾട്ടൻ്റ് ഓഫ് ഓൾ റിപ്പൾസീവ് ഫോഴ്സസ് എന്നതാണ് ഇമ്പോർട്ടൻറ്റ് പോസ്റ്റുലേറ്റ് VSEPR തിയറിയിൽ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. ദെൻ എക്സ്പ്ലെയിൻ ദി ഷേപ്പ് ആൻഡ് ബോണ്ട് ആംഗിൾ ഓഫ് NH3 മോളിക്യൂൾ. NH3 എന്ന് പറഞ്ഞാൽ നൈട്രജനും 3 ഹൈഡ്രജനുമാണ്. ശരിയല്ലേടാ? ഹൈഡ്രജൻ കഴിഞ്ഞാൽ ഓരോ ബോണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നൈട്രജനിൽ പിന്നെ 2 ഇലക്ട്രോണുകൾ കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ആകെ മൊത്തം എത്ര ബോണ്ട് പെയർ ഉണ്ട്? സിഗ്മ ബോണ്ട് പെയർ മാത്രം എണ്ണിയാൽ മതിയേ. സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് എല്ലാം സിഗ്മയാണല്ലോ. 3 സിഗ്മ ബോണ്ട് പെയറും ഉണ്ട്, ഒരു ലോൺ പെയറും ഉണ്ട്. ഒരു ലോൺ പെയർ 3-1 വന്നാൽ എന്താണ് ഷേപ്പ് എന്ന് NCERT വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ ടേബിൾ കാണാതെ പഠിക്കൽ നിർബന്ധമാണ്. ട്രയഗണൽ പിരമിഡലാണ്. VSEPR തിയറി അറിയില്ലെങ്കിലേ അതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള വീഡിയോ കാണുക. ട്രയഗണൽ പിരമിഡലാണ്. 3-1 എന്ന കോമ്പിനേഷൻ വന്നാൽ അതിൻ്റെ ഷേപ്പ് ഓർത്തു വെക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബോണ്ട് ആംഗിൾ എത്രയാണ്? എടാ, സാധാരണ ടെട്രാഹീഡ്രൽ ആംഗിൾ 109 ആണല്ലോ. ആ 109 ഒരു പൊടിക്ക് ഇവിടെ ബോണ്ട് ആംഗിൾ കുറവായിരിക്കും. എന്താ കാര്യം? 109 ബോണ്ട് ആംഗിൾ വിൽ ബി ലെസ് ദാൻ 109 ഡിഗ്രി. 109.5 ഡിഗ്രിയാണ് അതിന് സാധാരണ ടെട്രാഹീഡ്രൽ ആംഗിൾ. അതിൽ നിന്ന് ഒരു ലേശം കുറവായിരിക്കും. എന്താ കാര്യം? ഇവിടെ ലോൺ പെയർ ഉണ്ട്. ലോൺ പെയറിന് ഗ്രേറ്റർ റിപ്പൾഷൻ ആണ്. ഗ്രേറ്റർ റിപ്പൾഷൻ, അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും കൂടുതൽ റിപ്പൾഷൻ ഉള്ളത് ലോൺ പെയറുകൾക്കാണ്. അതുകൊണ്ട് തന്നെ 109.5 ഒരു പൊടിക്ക് കുറവ്. കൃത്യമായിട്ട് പറഞ്ഞാൽ NH3 105 ഡിഗ്രിയാണ് എന്തു പറയേണ്ടത്? ബോണ്ട് ആംഗിൾ പറയേണ്ടത്. ഓർത്തു വെക്കുക. എക്സ്പ്ലെയിൻ ദി സ്ട്രക്ചർ ഓഫ് H2O മോളിക്യൂൾ ഓൺ ദി ബേസിസ് ഓഫ് VSEPR തിയറി. H2O കൂടി ഒന്ന് ചെയ്യണം എന്നാണ് അവരുടെ ആവശ്യം. എടാ, H2Oയിൽ സെൻട്രൽ ആറ്റം ഓക്സിജൻ അല്ലേ? ആ ഓക്സിജന് ചുറ്റും 6 അല്ലേ ഇലക്ട്രോണുകളുടെ എണ്ണം? 1 2 3 4 5 6. ആ 6 എണ്ണത്തിൽ 2 എണ്ണം ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഉണ്ടാക്കുന്നതിലേക്ക് ശ്രദ്ധ ചെലുത്തിയവരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്ര സിഗ്മ ബോണ്ട് പെയർ ഉണ്ട് എന്ന് പറഞ്ഞേ? സിഗ്മ ബോണ്ട് പെയർ ബോണ്ട് ഉണ്ടാക്കിയതിൻ്റെ എണ്ണം 2, ലോൺ പെയറിൻ്റെ എണ്ണവും 2. ശരിയല്ലേ? ലോൺ പെയർ ആണ് ചോദിച്ചത്. ലോൺ പെയർ ഇലക്ട്രോണുകളല്ല. 2 എണ്ണത്തെ മൊത്തം ഒന്നായിട്ടേ കൂട്ടാവൂ. ടോട്ടൽ 4 ഇലക്ട്രോൺ ഉണ്ട്, ലോൺ പെയർ 2. 2 2 വന്നാൽ എന്താണ് ഷേപ്പ്? ആംഗുലാർ. എന്താടാ? ആംഗുലാർ. ഓർമ്മയുണ്ട്, ആംഗുലാർ എന്നാണ് ഷേപ്പ്. അതിനെ തന്നെ നമ്മൾ ബെൻഡ് എന്നും പേര് വിളിക്കും. അതിനെ തന്നെ നമ്മൾ V ഷേപ്പ് എന്നും പേര് വിളിക്കും. അപ്പോൾ ഇതിലേത് വേണമെങ്കിലും എഴുതാം. എഴുതണമെങ്കിൽ അതിനുള്ള വിവരം വേണം. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, VSEPR തിയറി അറിയില്ലെങ്കിൽ അത് പഠിക്കുന്നതിന് വേറെ എളുപ്പവഴികളും മറ്റു കാര്യങ്ങളും അന്വേഷിച്ച് നടക്കാത്ത നമ്മുടെ തന്നെ വീഡിയോ കാണുക, വൃത്തിക്ക് അങ്ങോട്ട് പഠിക്കുക. VSEPR തിയറി എങ്ങനെയാണ് കാണേണ്ടതെന്ന് വൃത്തിയായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിർബന്ധമായും പഠിക്കുക. അടുത്തത് ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ഇൻ CH4. CH4 എന്ന് പറഞ്ഞാൽ കാർബണും 4 ഹൈഡ്രജനും അല്ലേ ഉള്ളത്. അപ്പോൾ സിഗ്മ ബോണ്ട് പെയറിൻ്റെ എണ്ണം എത്രയാണെന്ന് നോക്കിയാൽ സിഗ്മ ബോണ്ട് പെയറിൻ്റെ എണ്ണം 4 ആണ്, ലോൺ പെയറിൻ്റെ എണ്ണം 0 ആണ്. 4 0 വന്നാൽ എത്രയാണ് ഹൈബ്രിഡൈസേഷൻ? sp3. ടോട്ടൽ 4 അല്ലേടാ വന്ന്, 4 0 വന്നാൽ ടോട്ടൽ സമ്മ് 4 വന്നു. അപ്പോൾ 4 ഓർബിറ്റൽ ഉണ്ടായിരിക്കും ഹൈബ്രിഡൈസേഷനിൽ. അപ്പോൾ ഒരു ഓർബിറ്റൽ എസും 3 ഓർബിറ്റൽ പിയും. ഓപ്ഷൻ sp3 is the hybridization. Then the hybridization of carbon in ethene. ethene എന്നാണ്. ethene എന്ന് പറഞ്ഞാൽ കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ. ഇങ്ങനെയല്ലടാ എത്തീൻ. നോക്കിക്കേടാ, ഒരു കാർബണിനെ മാത്രം നോക്ക്. ഇതിൽ എത്ര സിഗ്മ ബോണ്ട് പെയർ ഉണ്ട് നോക്ക്. സിഗ്മ ബോണ്ട് പെയറിൻ്റെ എണ്ണം 3 ആണ്. അല്ല സാറേ, ഇവിടെ 4 ബോണ്ടില്ലേ? ബോണ്ട് 4 എണ്ണം ഉണ്ടെങ്കിലും അതിൽ ഒന്ന് സിഗ്മയാണെങ്കിൽ മറ്റേത് പൈ അല്ലേടാ? കുറച്ച് നേരമായി ഞാൻ നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സിഗ്മയെ മാത്രമേ നോക്കാൻ പാടുള്ളൂ, പൈ ബോണ്ടിനെ നോക്കാൻ പാടില്ല. അപ്പോൾ സിഗ്മ ബോണ്ട് പെയറിൻ്റെ എണ്ണം 3 ആണ്, ലോൺ പെയറിൻ്റെ എണ്ണം 0 ആണ്.
3-0 കോമ്പിനേഷൻ വന്നാൽ സം 3 എന്ന് വരും. സം 3 വന്നാൽ എഴുതി നോക്കുക, എസ് നമ്മുടെ കയ്യിൽ ഒന്നേ ഉള്ളൂ അല്ലേ, അപ്പോൾ ഒരു ഓർബിറ്റിലായി. ഇനി 3 ആവാൻ ഇനി 2 എണ്ണം കൂടി വേണം. അപ്പോൾ sp2 ഈസ് ദി ഹൈബ്രിഡൈസേഷൻ. ഓപ്ഷൻ എ ഈസ് കറക്റ്റ് ആൻസർ. ഡീലല്ലേടാ. എക്സ്പ്ലെയിൻ sp3 ഹൈബ്രിഡൈസേഷൻ, ഗീവ് ആൻ എക്സാമ്പിൾ. ഇപ്പോൾ പറഞ്ഞു എക്സാമ്പിൾ. എന്താണ് sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. വാട്ട് ഈസ് ഹൈബ്രിഡൈസേഷൻ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ അറ്റോമിക് ഓർബിറ്റലുകൾ കൂടി ചേർന്ന് ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാകുന്ന പ്രോസസ്സാണ്. അപ്പോൾ അറ്റോമിക് ഓർബിറ്റൽ ഇവിടെ കൂടി ചേരേണ്ട അറ്റോമിക് ഓർബിറ്റൽ ആരാണ്? ഒരു എസ് ഓർബിറ്റലും 3 പി ഓർബിറ്റലും കൂടി ചേർന്ന് 4 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് sp3 ഹൈബ്രിഡൈസേഷൻ. ഒരിക്കൽ കൂടി പറയുന്നു, ഒരു എസ് ഓർബിറ്റൽ, ഇതിലുള്ള ആൾക്കാരെ അങ്ങോട്ട് പറഞ്ഞാൽ മതി, 3 പി ഓർബിറ്റൽ കൂടി ചേർന്ന്. അപ്പോൾ ടോട്ടൽ എത്ര ആളായി? 4 ആളായല്ലോ. അപ്പോൾ എത്ര ആളാണോ കൂടി ചേർന്നത് അത്ര തന്നെ ഹൈബ്രിഡ് ഓർബിറ്റൽ കിട്ടും. അപ്പോൾ ഒരു എസ് ഓർബിറ്റലും 3 പി ഓർബിറ്റലും കൂടി ചേർന്ന് 4 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡൈസേഷൻ. എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞു, CH4, അതുപോലെ NH3 പറഞ്ഞു, അതുപോലെ H2O പറഞ്ഞു. ഇവരെല്ലാം sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. എക്സ്പ്ലെയിൻ sp3 d2 ഹൈബ്രിഡൈസേഷൻ. sp3 d2 എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ ടോട്ടൽ എത്ര ആളായി നോക്കിയേ? ഒരു എസ് ഓർബിറ്റലും 3 പി ഓർബിറ്റലും 2 ഡി ഓർബിറ്റലും. ടോട്ടൽ എത്ര ആളായിടാ? 6 ആളായില്ലേ? അപ്പോൾ ഒരു എസ് ഓർബിറ്റലും 3 പി ഓർബിറ്റലും 2 ഡി ഓർബിറ്റലും കൂടി ചേർന്ന് 6 ഹൈബ്രിഡ് ഓർബിറ്റൽ തരുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പറ sp3 d2 ഹൈബ്രിഡൈസേഷൻ. എക്സാമ്പിൾ, 6 ലോൺ പെയർ ഉള്ള ആരെങ്കിലും നോക്കിയാൽ മതി. SF6 നോക്കിക്കടാ, SF6. അപ്പോൾ ഒരു സൾഫറിന് ചുറ്റും 6 ബോണ്ട് പെയറുകൾ, 0 ലോൺ പെയറുകൾ, ടോട്ടൽ സം 6 എന്ന് വരുന്നുണ്ട്. സം 6 വരുന്നിടത്തെല്ലാം sp3 d2 ആണ് ഹൈബ്രിഡൈസേഷൻ, മറക്കാതിരിക്കുക. പ്രഡിക്ട് ദി ഹൈബ്രിഡൈസേഷൻ ഓഫ് ഫോസ്ഫറസ് ആറ്റം ഇൻ PCl5. ഇവിടെ വെച്ച് തന്നെയാണ് കാണാം, ഫോസ്ഫറസിന് ചുറ്റും 5 ക്ലോറിൻ ആറ്റങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു. നോക്കിക്കേടാ. അപ്പോൾ ഇവിടെ 5 ബോണ്ട് പെയറുകളുണ്ട്, 0 ലോൺ പെയറുകളുണ്ട്. 5-0 വന്നാൽ ടോട്ടൽ സം 5 ആയി. ഇനി 5 ആകുന്നത് വരെ ഓർബിറ്റൽസ് ഫില്ല് ചെയ്യണം. ഒരു എസും 3 പിയും, പി ഓർബിറ്റലും 3 എണ്ണല്ലേ ഉള്ളൂ. പി ഓർബിറ്റൽ വരയ്ക്കുമ്പോൾ 3 ബോക്സല്ലേ നമുക്ക് വരയ്ക്കാൻ പറ്റൂ. ഇപ്പോൾ ഇവിടെ എത്രണ്ണായി? 4 എണ്ണമായി. നമ്മുടെ കയ്യിൽ എത്രയുണ്ട്? 5 ഓർബിറ്റലുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ എടുക്കണം. ആരാണ്? ഡി ആണ് അടുത്തത് എടുക്കേണ്ടത്. sp3d ഈസ് ദി ഹൈബ്രിഡൈസേഷൻ. അക്കൗണ്ട് ഫോർ ദി ഹൈ റിയാക്ടിവിറ്റി ഓഫ് PCl5 മോളിക്യൂൾ. വെരി ഇമ്പോർട്ടൻറ്റ്. എടാ, ഒരു ഫോസ്ഫറസും 5 ക്ലോറിനുമാണല്ലോടാ. 5 ക്ലോറിനുമാണല്ലോ PCl5. ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിൻ. നിങ്ങൾ 5 ക്ലോറിൻ ഒന്ന് നോക്കിയേ. ആ 5 ക്ലോറിനുകളിൽ ഈ ക്ലോറിനും ആരാ? പോയോ? ദാ ഈ ക്ലോറിനും ഞാൻ കാണിച്ചു തരാം. ദാ ഇവനും ഈ ക്ലോറിനും നിൽക്കുന്ന ബോണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സിയൽ ബോണ്ട്. എന്താടാ പേര്? ആക്സിയൽ ബോണ്ട്. ഇവനെ വിളിക്കുന്ന പേരാണ് ഇക്വറ്റോറിയൽ ബോണ്ട്. എന്താടാ പേര്? പറ. ഇക്വറ്റോറിയൽ ബോണ്ട്. എടാ, ആക്സിയൽ ബോണ്ടുമുണ്ട്, ഇക്വറ്റോറിയൽ ബോണ്ടുമുണ്ട്. ആൻഡ് ദി ആക്സിയൽ ബോണ്ട് ഈസ് വീക്കർ ബോണ്ട്. ആക്സിയൽ ബോണ്ട് എന്താണെന്ന് പറ? വീക്ക് ബോണ്ടാണ്. അതുകൊണ്ട് തന്നെ ആക്സിയൽ ബോണ്ട് പെട്ടെന്ന് പൊട്ടും. അപ്പോൾ ഈ PCl5 ഈ ബോണ്ട് പെട്ടെന്ന് പൊട്ടും, ഈ ബോണ്ട് പെട്ടെന്ന് പൊട്ടും. അപ്പോൾ PCl5 എന്തായിട്ട് മാറും? PCl3 + Cl2 ആയിട്ട് മാറും. 2 ക്ലോറിൻ അവിടുന്ന് ഇവിടുന്നും പോകും, ബാക്കി PCl3 അല്ലേ ഉണ്ടാവുക. അപ്പോൾ PCl5 ഇങ്ങനെ റെഡിലി PCl3 ആൻഡ് Cl2 ആയിട്ട് മാറാൻ കഴിവുള്ളവനാണ്, മാറുന്നവനാണ്. എന്താണ് അതിൻ്റെ കാരണം? This is due to its structure. In PCl5 there are 2 types of bond. One is axial bond and the second one is equatorial bond. Which one is weaker bond? ഓർത്ത് വെക്കുക, axial bond is weaker bond. അതുകൊണ്ട് തന്നെ PCl5 മോളിക്യൂൾ ഹൈലി റിയാക്റ്റീവ് ആണ്. അതിൽ നിന്ന് ക്ലോറിൻ ഇങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഓർത്ത് വെക്കുക. റൈറ്റ് ദി മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഓഫ് നൈട്രജൻ, ഓക്സിജൻ ആൻഡ് ഫ്ലൂറിൻ. എടാ, 3 കൂടി പറയേണ്ട കാര്യമില്ല. ഞാൻ നൈട്രജൻ ഓക്സിജനും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്ലൂറിൻ നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. എടാ, നൈട്രജൻ്റെ കഥ പറയാം. നൈട്രജൻ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 14 ഇലക്ട്രോൺസ്. ശരിയല്ലേടാ? നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്. 2 നൈട്രജൻ വന്നാൽ 14 ആണ് ടോട്ടൽ ഇലക്ട്രോൺസ് വരിക. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നു. σ1s2 സഹായിക്ക്, σ*1s2, അടുത്തത് σ2s2, അടുത്തത് σ*2s2. ശരിയല്ലേടാ? ഇത് നൈട്രജനും നൈട്രജൻ്റെ താഴെയുള്ള ആളുകൾക്കും σ1s, σ*1s, σ2s, σ*2s കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് π2px വിച്ച് ഈസ് ഈക്വൽ ടു π2py എന്നാണ്. അപ്പോൾ അതിലൊക്കെ 2 ഇലക്ട്രോൺ കൊടുത്തു. ഇവിടെയും കൊടുത്തു 2, ഇവിടെയും കൊടുത്തു 2. ഇപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോൺ ആയി? 2ഉം 4ഉം 6ഉം 8ഉം 10ഉം 12 ഇലക്ട്രോൺ ആയി. ടോട്ടൽ 14 ഇലക്ട്രോൺ ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ 2 ഇലക്ട്രോണുകളോട് കൂടി കൊടുക്കാൻ σ2pz 2 ഇലക്ട്രോൺ കൂടി കൊടുക്കാം. ഓർഡർ കാണാൻ പഠിക്കണേ. σ1s, σ*1s, σ2s, σ*2s, π2px = π2py, σ2pz, π*2px = π*2py, σ*2pz. ഈ ഓർഡർ കാണാതെ പഠിക്കണം. ഇനി പറഞ്ഞേ NBMO.
NBMO എന്ന് പറഞ്ഞാൽ എന്താ? ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം. NBMO എന്ന് പറഞ്ഞാൽ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം. എങ്ങനെയാ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിനെ കാണുക? സ്റ്റാർ ഇല്ലാത്ത ആളുകൾ. സ്റ്റാർ ഇല്ലാത്ത ആള്, ഇവൻ സ്റ്റാർ ഇല്ല, ഇവിടെ 2, ഇവിടെ 4, ഇവിടെ 6, ഇവിടെ 8, ഇവിടെ 10, ഇവിടൊക്കെ 2 ഇലക്ട്രോൺ ആണല്ലോ. അപ്പൊ ടോട്ടൽ 5 ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലുണ്ട്. അവിടെ എല്ലാം 2 വീതം ഇലക്ട്രോൺ, ടോട്ടൽ 10 ഇലക്ട്രോണുകളായി. ABMO എന്ന് പറഞ്ഞാൽ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലാണ്. ഇവിടെ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലായിട്ട് ഇവനും മാത്രമേ ഉള്ളൂ. അതിൽ 2 വീതം ഇലക്ട്രോൺസ്. ദെൻ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ഇലക്ട്രോണുകളുടെ എണ്ണം 4. ദെൻ വാട്ട് ഈസ് ബോണ്ട് ഓർഡർ? Bond order is number of electrons in bonding molecular orbital minus number of electrons in anti-bonding molecular orbital divided by 2, and that is 10 minus 4 divided by 2, that is 6/2, and the answer is 3. പഠിച്ചില്ലേ? നിന്നോട് ചോദിച്ചത് ബോണ്ട് ഓർഡർ ആണ്. അയാളുടെ ബോണ്ട് ഓർഡർ പറയണം, അതുപോലെ ഇതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ പറയണം. എടാ 2 ടൈപ്പ് മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കാം. ഒന്നിരിക്കൽ ഇത് പാരാമാഗ്നറ്റിക് ആവാം, അല്ലെങ്കിൽ ഇത് ഡയാമാഗ്നറ്റിക് ആവാം. ഇവനെ കണ്ടാൽ നിങ്ങൾ നോക്കേണ്ടത് ഇതിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടോ ഇല്ലേ എന്നാണ് നോക്കേണ്ടത്. ഇത് അൺപെയ്ഡ് അല്ല, അവിടെ 2 എന്നാ കൊടുത്തത്. 2 എന്ന് പറഞ്ഞാൽ പെയറാ. ഇവിടെയൊന്നും അൺപെയ്ഡ് ഇലക്ട്രോണിനെ നമ്മൾ നോക്കിയിട്ട് കാണുന്നില്ല. അൺപെയ്ഡ് ഇലക്ട്രോണിനെ കാണുന്നില്ലെങ്കിൽ ദിസ് കോമ്പൗണ്ട് ഈസ് ഡയാമാഗ്നറ്റിക്. ആരടാ? ഡയാമാഗ്നറ്റിക് ആണ്, മറക്കാതിരിക്കുക. അപ്പൊ നൈട്രജനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഓക്സിജനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഇനി പറയാൻ പോകുന്നു. ഇതാ കേട്ടോ, ഓക്സിജനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്നു. ഓക്സിജൻ ആൻഡ് in oxygen there are 16 electrons. അപ്പോൾ ഞാൻ ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യാണ്. sigma 1s2, sigma star 1s2, sigma 2s2, sigma star 2s2. ഇത് നൈട്രജൻ ആണെങ്കിലും ഓക്സിജൻ ആണൊക്കെ ഈ ഓർഡർ സെയിം ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നൈട്രജൻ അപ്പുറത്തേക്കുള്ള ഇലക്ട്രോൺസ് ആണെങ്കിൽ, ഓർബിറ്റൽസ് ആണെങ്കിൽ, അഥവാ 14നേക്കാൾ കൂടുതൽ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ sigma 2pz ആണ് ആദ്യം വരിക. sigma 2pz അതിൽ 2 ഇലക്ട്രോൺ കൊടുത്തു. എന്നിട്ടാണ് pi 2px വരിക. pi 2px അതിൽ 2 എണ്ണം കൊടുത്തു. pi 2py അതിലും 2 എണ്ണം കൊടുത്തു. ഇപ്പൊ ടോട്ടൽ 14 ഇലക്ട്രോൺ ആയി. ടോട്ടൽ നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് 16 ഇലക്ട്രോൺ ആണ്. നെക്സ്റ്റ് pi star 2px pi star 2px then that is equal to pi star 2py എന്ന് പറയുന്ന ഒരു ഓർബിറ്റലാണുള്ളത്. pi star 2px pi star 2py. മോനെ 2 ഇലക്ട്രോൺ അല്ലേ ഇനി എൻ്റെ കയ്യിൽ ബാക്കിയുള്ളത്. ഇവിടെ വരെ ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ 14 എണ്ണം കംപ്ലീറ്റ് ആയില്ലേ? ഇനി 2 എണ്ണം ബാക്കിയുണ്ട്. ആ 2 എണ്ണത്തെ ഞാൻ ഇവിടെ 1 ഇവിടെ 1 എന്നിങ്ങനെ കൊടുക്കണം. ദാ 2 ഇടത്തും ഓരോന്ന് കൊടുക്കണം. കാര്യം അവർ ഈക്വൽ എനർജി ഉള്ളവരാണ്. ഈക്വൽ എനർജി ഉള്ളതാവുമ്പോൾ ഇവിടെ 1 ഇലക്ട്രോൺ കൊടുക്കണം, ഇവിടെ 1 ഇലക്ട്രോൺ കൊടുക്കണം. ദെൻ വാട്ട് ഈസ് ബോണ്ട് ഓർഡർ? എടാ ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ NBMO മൈനസ് NABMO ഡിവൈഡഡ് ബൈ 2 എന്നല്ലേ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം. അതൊന്ന് എണ്ണി നോക്കാം നമുക്ക്. 2 സ്റ്റാർ ഇല്ലാത്തവനെയാണ് കേട്ടോ എണ്ണണേ. 4, ഇവിടെ 6, ഇവിടെ 8, ഇവിടെ 10. ബാക്കിയൊക്കെ സ്റ്റാർ ഉള്ളതാണ്. 10 മൈനസ് ബാക്കി എത്ര എണ്ണി നോക്കിയേ? ഇവിടെ 2, ഇവിടെ 4, ഇവിടെ 6. ശരിയല്ലേ? ഇവിടെ ആകെ മൊത്തം 2 ഉള്ളൂ. അപ്പൊ ടോട്ടൽ 6. 10 മൈനസ് 6/2. ഇനിയിപ്പോൾ അത് എണ്ണി ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ആദ്യത്തേത് 10 ആണെന്ന് കണ്ടാൽ മറ്റേത് 6 ആണെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും. കാര്യം ടോട്ടൽ 16 ഇലക്ട്രോൺസ് ആണെന്ന് നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് 10 എണ്ണം ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലാണെങ്കിൽ ബാക്കി 6 എണ്ണം ആന്റി ബോണ്ടിങ്ങിലായിരിക്കും. 10 മൈനസ് 6 is equal to 4/2. ആൻസർ ഈസ് 2. ശരിയല്ലേ? ബോണ്ട് ഓർഡർ 2 ആണ്. ആൻഡ് ദിസ് വൺ ഈസ് പാരാമാഗ്നറ്റിക്. ദിസ് കോമ്പൗണ്ട് ഈസ് പാരാമാഗ്നറ്റിക്. O2 എന്ന് പറയുന്ന ആൾ പാരാമാഗ്നറ്റിക് ആണ്. എന്തുകൊണ്ടായിരിക്കും അവൻ പാരാമാഗ്നറ്റിക് ആയത്? ബിക്കോസ് ദർ ഈസ് ആൻ അൺപെയ്ഡ് ഇലക്ട്രോൺ ഡ്യൂറിങ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് O2. കണ്ടോ? pi star 2px pi star 2py ഓരോ അൺപെയ്ഡ് ഇലക്ട്രോണുകളുണ്ട്. അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അവനെക്കുറിച്ച് നമ്മൾ പറയുന്ന വാക്കാണ് എന്ത് പറ? പാരാമാഗ്നറ്റിക് ആണ്. എന്തുകൊണ്ടാണ് Ne2He2 എന്ന് പറയുന്ന മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യാത്തത്? He2 ഞാൻ ചെയ്തു തരാം, Ne2 നിങ്ങൾ ചെയ്യണം. ഹോംവർക്കാണേ, ഇത് ചോദിക്കും. എടാ He2 ടോട്ടൽ ഇലക്ട്രോണുകളുടെ എണ്ണം 4 ആണ്. അപ്പൊ sigma 1s2 sigma star 1s2 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ശരിയല്ലേ? ടോട്ടൽ ഇലക്ട്രോണുകൾ 4 ആയതുകൊണ്ട് എഴുതി. ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു 2 മൈനസ് 2 ഡിവൈഡഡ് ബൈ 2. എന്താ കാര്യം? sigma 1s2 ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റില, sigma star 1s2 ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റില. അതിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 2 മൈനസ് 2 0, 0/2 is equal to 0. ബോണ്ട് ഓർഡർ 0 ആണ്. എന്ന് പറഞ്ഞാൽ ഒരു Hക്കും മറ്റൊരു Hക്കും ഇടയിൽ ബോണ്ടൊന്നും ഇല്ല എന്നല്ലേ? ബോണ്ട് ഓർഡർ 1 ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇടയിൽ ഒരു ബോണ്ട് ഉണ്ട്. 2 ആണെങ്കിൽ 2 ബോണ്ട് ഉണ്ട്. 3 ആണെങ്കിൽ 3 ബോണ്ട് ഉണ്ട്. അങ്ങനെ പറയാ. 0 ആണെങ്കിൽ അതിനർത്ഥം അവർക്കിടയിൽ ബോണ്ടൊന്നുമില്ല.
അപ്പോൾ രണ്ട് എച്ചുകളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ബോണ്ട് ഇല്ലാത്തത് കൊണ്ട് He2 എന്ന് പറയുന്ന മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വേണം നമുക്ക് പറയാൻ. എന്ന പോലെ Ne2 ചെയ്തു നോക്കിയാലും നിങ്ങൾക്ക് കിട്ടും. Ne2ലെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 20 ഇലക്ട്രോൺസ് ആണ്. ഒരിക്കലൊന്ന് ചെയ്തു നോക്കുക, ഫൈനൽ ആൻസർ ഒന്ന് കാണുക. എടാ, ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ലിക്വിഡ് ആണ്, ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ആണ്. ഇന്ന് ഇവനെ ചോദിക്കും, നാളെ ഞാൻ പറയുന്ന ആളെ ചോദിക്കും, HF ലിക്വിഡ് ആണ്, HCl ഗ്യാസ് ആണ് എന്നൊരു ക്വസ്റ്റ്യൻ. എന്ന പോലെ മറ്റൊരു ക്വസ്റ്റ്യൻ, H2O ലിക്വിഡ് ആണ്, H2S ഗ്യാസ് ആണ്. പഠിച്ചില്ലേ? ഇങ്ങനെ എന്ത് ചോദിച്ചാലും ദാറ്റ് ഈസ് ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ്. ഏതാടാ പറ? ഹൈഡ്രജൻ ബോണ്ടിങ്. ഇവിടത്തെ HFന് ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കാൻ പറ്റും, HClന് ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കാൻ പറ്റില്ല. H2Oക്ക് ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കാൻ പറ്റും, H2Sന് ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കാൻ പറ്റുന്നവൻ മോർ സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആയതുകൊണ്ട് അവർ ലിക്വിഡ് ഫേസിലും മറ്റുള്ളവൻ ഗേഷ്യസ് ആയിട്ടും കാണപ്പെടുന്നത് ഓർത്ത് വെച്ചേക്കുക. ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും, അതുപോലെ ബോയിലിംഗ് പോയിന്റ് ഒരാൾക്ക് കുറവാണ്, മറ്റേ ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ് എന്നൊക്കെ ക്വസ്റ്റ്യൻ കണ്ടാൽ ഓർത്ത് വെച്ചോ, ആൻസർ ഈസ് ഫ്രം ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ട് ആർ ഓഫ് 2 ടൈപ്സ്. ഹൈഡ്രജൻ ബോണ്ടിങ് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാടാ? ഒന്ന് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കാൻ എക്സാമ്പിൾ HF പറയാം, H2O പറയാം, NH3 പറയാം. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ഈ 3 പേര്. അതുപോലെ രണ്ടാമത്തെ ടൈപ്പ്, ഒന്ന് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണെങ്കിൽ രണ്ടാമത്തെ ടൈപ്പാണ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. Very, 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 very important, intramolecular hydrogen bonding. And one and only one example for intramolecular hydrogen bonding is orthonitrophenol. പഠിച്ചു വെക്കുക, orthonitrophenol. ഓർത്തോനൈട്രോഫിനോളിനെ കണ്ടാൽ ഒന്നും നോക്കണ്ട, ദാറ്റ് ഈസ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. പാരാനൈട്രോഫിനോൾ എന്ന് നിന്നെ പേടിപ്പിക്കാനൊക്കെ തരും, പേടിക്കരുത്. പാരാനൈട്രോഫിനോളൊക്കെ ഏത് ടൈപ്പിൽ പെടുന്നവനാണ്? ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ പെടുന്നവനാണ്. ആൻഡ് ദീസ് ഓൾ അബൌട്ട് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ പലയിടത്ത് പല രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ കണ്ടിട്ട് കോൺസെപ്റ്റ് ക്ലിയർ ആക്കാം. ദിസ് ഈസ് ഇപ്പോൾ നമ്മളിവിടെ അവതരിപ്പിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ പഠിച്ചിട്ട് ഇത് കാണുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ അഭികാമ്യം. അങ്ങനെ തന്നെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളതെന്നും ഞാൻ മനസ്സിലാക്കുന്നു. അത് ഞാൻ ഇപ്പോൾ പറയാനുള്ള കാര്യം, ആർക്കെങ്കിലും അത് കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ, ആ ഏത് ടേമാണ് ഏത് ഏരിയ ആണ് മനസ്സിലാവാത്തെങ്കിൽ ആ ഭാഗം നമ്മുടെ 1 ഷോട്ട് വീഡിയോസിലും അല്ലാത്ത വീഡിയോസിലൊക്കെ ഒന്ന് പോയി കാണുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.